എക്സ്പീരിയൻസ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഹെവി, സെക്കൻഡ് ഹാഫ് ഫുള്ള് നൈസ്. ഇതൊരു ഏരീസ് ആണെന്ന് നമ്മൾ മീൻസ് എപ്പോഴും ഏരീസിന്റെ ഇപ്പോഴും ഈ തിയേറ്ററിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണത് അത് ഇതിനകത്ത് ഇറന്ന് എലമൊന്നും കാണിക്കുന്നതാണ്. പക്ഷേ ഏരീസ് പുതുക്കി പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇമാതിരി കാണിച്ചത്. നമ്മള് നിങ്ങൾ തന്നെ എത്ര വട്ടം ഈ പടത്തിലെ പാട്ട് കേട്ടുണ്ടായിരിക്കും. നമ്മൾ എത്ര വട്ടം ഈ പടത്തിലെ പാട്ട് ഉത്സവപ്പറമ്പിലും ഓട്ടിപ്പയിലും ഫോണിൽ എവിടെ കേട്ടത്? എന്നെ ചേർന്ന് വിളിയായിരുന്നു, പൂരപ്പറമ്പായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 20 വർഷത്തിന് ശേഷം ഗില്ലി തന്നൊരു എക്സ്പീരിയൻസ്, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. അതേപോലെയാണ് ഇപ്പൊ ബ്രോ ഒന്ന് ആലോചിച്ചാൽ മതി. രണ്ടാമത് വീണ്ടും റിലീസാണ്, അത് എല്ലാ തിയേറ്റർ ഫുള്ളാണ്. അപ്പോഴേ അറിയാം റേഞ്ച് വേറെ 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 ലെവല് അണ്ണ ഓണാണ്. പടത്തിന് എക്സ്പീരിയൻസ് സൂപ്പർ, വേറെ ലെവൽ ഇല്ലേ, വെറി തറ അല്ലേ. അടിപൊളി എക്സ്പീരിയൻസ്, ഒരു ഓണമായിരുന്നു, ഫുള്ള് ഓണായിരുന്നു, ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ വൈബ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 20 കൊല്ലത്തിന് ശേഷം അന്നിറങ്ങി അതിനേക്കാളും കുറച്ചൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. തിയേറ്ററിനകത്തൊക്കെ ഒരു ഇളക്കം ഡാൻസും ഒക്കെ ആയിരുന്നു. ലെവൽ ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു പുതിയ പടം ഇറങ്ങുന്ന അതെ എനിക്ക് അതേപോലെ ഉണ്ടായിരുന്നു. 20 വർഷം കഴിഞ്ഞെങ്കിലും ആ ഒരു സ്പിരിറ്റ് ആൾക്കാരെല്ലാം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഫാൻസ് ഒരു വൈബായിരുന്നു അതിനകത്ത് കംപ്ലീറ്റ്. അതേ പറയുള്ളൂ. ആ 4K റീമാസ്റ്റർ ചെയ്ത ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം ആരും പഴയ പണ്ട് ഒരു പുതിയതായിട്ട് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഫ്രഷ് ആയിട്ടിരുന്ന് കാണുമ്പോൾ കണ്ടു. പിന്നെ ഡാൻസ്, ആ ഒരു പാട്ടുകൾക്കല്ല സോങ്ങിനിടെ എല്ലാം ഡാൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജയ് ആറാടി ഇനിയിപ്പോൾ അടുത്തൊരു പടത്തോടുകൂടി പുള്ളി അഭിനയം നിർത്തുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? രാഷ്ട്രീയത്തിലേക്ക് മൊത്തം പോകുകയാണെന്നാണ് പറയുന്നത്. അത് അറിയില്ല. പുള്ളി പൊളിറ്റിക്സ് എത്രത്തോളം വർക്ക് ചിലപ്പം അവിടെ എന്തെങ്കിലും പൊളിറ്റിക്സ് ശരിയല്ല ചിലപ്പോൾ തിരിച്ചു വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത 2 പടം പുള്ളി ചിലപ്പോൾ എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യുന്നത്. 2 പടങ്ങളും 1-2 പടം ഉണ്ടെന്ന് തോന്നുന്നു. പൊളിറ്റിക്സിൽ പോകാതെ തന്നെ ഫാൻസൊക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്സ് എങ്ങനെ വർക്കൗട്ട് ആണെന്ന് അറിയില്ല. ചിലപ്പോൾ തിരിച്ച് വീണ്ടും വരാമല്ലോ എപ്പോഴായാലും. എന്തായാലും മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ പടം, സൂപ്പർ. അത്ര പറയാനുള്ളൂ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് സിനിമ, പക്ഷേ ഇപ്പൊ കാണുമ്പോഴും അതേ ഫീൽ, ആദ്യം കണ്ട അതേ ഫീൽ. സൂപ്പർ. പിന്നെ ഡാൻസിന് ചേട്ടന്മാരെല്ലാം ഫ്രണ്ടിൽ പോയത് ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു. സൂപ്പർ പടം. തലപതി വിജയ്ക്ക് ജയ്. ജനിച്ച സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഇതിപ്പം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയത് പൊളി. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 10-20 പേര് നമ്മൾ ഒരുമിച്ച് തന്നെ നേരത്തെ ബുക്ക് പൊളിയായിരുന്നു. ഒരു ആദ്യമായിട്ടൊരു പടം റിലീസ് ചെയ്യണം, അതേ ഒരു ഇത് തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ഇനി ഇതേപോലെ പഴയ പടങ്ങൾ റിലീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എല്ലാവരും നല്ല തിയേറ്റർ പൊളിച്ചടിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഓളമായിരുന്നു. ഒരു ഇതാണെങ്കിലും ആ ഒരു വിജയുടെ പെർഫോമൻസ് പക്ക. ആ ഒരു പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. നല്ല പടമാണ്. കാരണം നമ്മള് ജനിച്ചപ്പോൾ നമ്മൾ ഇറങ്ങിയ പടം നമുക്ക് കാണാൻ പറ്റില്ല തിയേറ്റർ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫണ്ണായിരുന്നു. എല്ലാം കൂടെ എൻജോയ് ചെയ്തു. അലമ്പി കാണാം. പിന്നെ അടിപൊളിയായിട്ട് കാണാം.